തേങ്ങാക്കൊത്തും കുരുമുളക് പൊടിയൊക്കെ ഇട്ട് നല്ലപോലെ മൊരിച്ചെടുത്തിട്ടുള്ള ഒരു ബീഫ് ഫ്രൈഡ് റെസിപ്പിയാണ്. ഈ ഒരു ക്രിസ്മസിന് ട്രൈ ചെയ്യാൻ പറ്റിയ ഒരു ഐറ്റം ആണ്. ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ടു മൈ യൂട്യൂബ് ചാനൽ ജേണി വിത്ത് ലുഫ്ന. സിമ്പിളായിട്ടുള്ളൊരു ബീഫ് ഫ്രൈഡ് റെസിപ്പിയാണ്. നമുക്ക് ഈ ക്രിസ്മസിനൊക്കെ ട്രൈ ചെയ്യാൻ പറ്റിയിട്ടുള്ള ഒരുപാട് ഉള്ളിയും മസാലകളൊന്നും ചേർക്കാത്ത നല്ല തട്ടുകട സ്റ്റൈൽ നല്ല സിമ്പിൾ ആൻഡ് ടേസ്റ്റി ആയിട്ടുള്ളൊരു ബീഫ് ഫ്രൈഡ് റെസിപ്പിയാണ്. അതിനായിട്ട് ഇവിടെ 1.5 കിലോ ബീഫാണ് എടുത്തിട്ടുള്ളത്. കഴുകി വൃത്തിയാക്കിയ ബീഫിലേക്ക് ആവശ്യത്തിനുള്ള മുളക് പൊടി, മഞ്ഞൾപ്പൊടി ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഇനി അടുത്തതായി ഇതിലേക്ക് ഗരം മസാല പൊടിയാണ് ചേർത്ത് കൊടുക്കുന്നത്. അതിനുശേഷം കുരുമുളക് പൊടിയും കുറച്ച് കറിവേപ്പിലയും ഉപ്പും ചേർത്ത് നല്ലപോലെ ഒന്ന് മിക്സ് ചെയ്യണം. ഈ ഒരു ബീഫിലേക്ക് ഈ ഒരു മസാലകളും ഉപ്പും ഒക്കെ പിടിക്കാൻ വേണ്ടി ഒരു 10 മിനിറ്റ് വെയിറ്റ് ചെയ്യാം. അതിനുശേഷം ഒരു കുക്കറിലാണ് ഈ ഒരു ബീഫ് വേവിച്ചെടുക്കുന്നത്. നമ്മളിവിടെ ബീഫിൻ്റെ കൂടെ നെയ്യും കുറച്ച് എല്ലും എല്ലാം കൂടെ ചേർത്താണ് എടുത്തിട്ടുള്ളത്. എങ്കിലാണ് നമുക്ക് ആ ഒരു ടേസ്റ്റ് കിട്ടുന്നത്. കുക്കറിൽ ബീഫ് വേവിച്ചെടുക്കുന്നത് കൊണ്ട് തന്നെ നമുക്ക് പെട്ടെന്ന് തന്നെ ഈ ഒരു റെസിപ്പി ഉണ്ടാക്കിയെടുക്കാൻ കഴിയും. കുക്കറിൽ ഒരു 3 വിസിൽ കേട്ടപ്പോൾ തന്നെ ഈ ഒരു ബീഫ് വെന്ത് വന്നിട്ടുണ്ട്. കുക്കറിൽ നിന്ന് ബീഫ് ഒരു ഉരുളിയിലേക്ക് മാറ്റിയിട്ടുണ്ട്. ബീഫിലെ വെള്ളമൊക്കെ നല്ലപോലെ ഒന്ന് വറ്റിച്ചെടുത്തതിന് ശേഷം തേങ്ങാക്കൊത്തും ഒരു സവാളയും 4 പച്ചമുളക് അരിഞ്ഞതും ചേർത്ത് നല്ലപോലെ ഒന്ന് മിക്സ് ചെയ്തെടുക്കുന്നുണ്ട്. ബീഫ് വെന്ത് വറ്റി വന്നപ്പോൾ തന്നെ ആ നെയ്യെല്ലാം നമുക്ക് നല്ലപോലെ തെളിഞ്ഞ് കാണാം. ഈ ഒരു സ്റ്റേജിൽ നമുക്ക് കുറച്ച് വെളിച്ചെണ്ണയും കൂടെ ചേർത്ത് കൊടുക്കാം. സവാളയും പച്ചമുളകും തേങ്ങാക്കൊത്തും ഒക്കെ ആയിട്ട് ഈ ബീഫായിട്ട് നല്ലപോലെ ഒന്ന് വഴണ്ട് വരുമ്പോഴത്തേക്ക് ഇതിലേക്ക് ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് ചേർത്ത് കൊടുക്കുന്നുണ്ട്. അതുകൂടെ ചേർത്ത് നല്ലപോലെ മിക്സ് ചെയ്തെടുക്കാം. ഇപ്പം നമ്മുടെ ബീഫിൻ്റെ കളറൊക്കെ നല്ലപോലെ മാറി വന്നിട്ടുണ്ട്. ഈ ഒരു സ്റ്റേജിൽ ബീഫിലേക്ക് ആവശ്യത്തിനുള്ള ഗരം മസാലപ്പൊടി ആദ്യമേ നമ്മൾ ചേർത്തിട്ടുണ്ട്. കുറച്ചുകൂടെ ഗരം മസാലപ്പൊടിയും കുരുമുളക് പൊടിയും കളറിനായിട്ട് കുറച്ച് മുളക് പൊടിയും ചേർക്കുന്നുണ്ട്. ഈ ഒരു സ്റ്റേജിൽ നമുക്ക് കുറച്ച് ചില്ലി ഫ്ലേക്സ് കൂടെ ചേർത്ത് കൊടുക്കാം. എന്നിട്ട് ഇതെല്ലാം കൂടെ ചേർത്ത് നല്ലപോലെ ഒന്ന് മിക്സ് ചെയ്തെടുക്കുന്നുണ്ട്. ഇപ്പോൾ ഈ കളറ് കാണുമ്പം തന്നെ അറിയില്ലേ, നല്ല തട്ടുകട സ്റ്റൈൽ നല്ല മുരിഞ്ഞ ബീഫ് ഫ്രൈ റെഡി ആയിട്ടുണ്ട്. നിങ്ങൾക്ക് ഇന്നത്തെ ഈ ഒരു വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. ഇനി അടുത്തൊരു വീഡിയോയിൽ കാണാം. അതുവരേക്കും ബൈ.